Earn Marks, your perfect learning partner. ഹലോ ഫ്രണ്ട്സ്, ഓക്കെ, ഇന്ന് നമ്മൾ ഫിസിക്സിലെ ചാപ്റ്റർ 14 ആയിട്ടുള്ള വേവ് ഫിനോമിനയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു വേവ് ഫിനോമിനയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മൾ ചില സമയത്ത് വളരെ ഹില്ലി ആയിട്ടുള്ള റീജിയനിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വാ വാ എന്നുള്ള സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് നമ്മളെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ ഈ തിരിച്ചു വരാനുള്ള റീസൺ എന്താണ് അല്ലേ? അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് നമ്മളെ കയ്യിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെസൺ പഠിച്ചു കഴിയുന്നതോടെ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവാനാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. വേവ് ഫിനോമിന. ഓക്കെ, എന്താണ് ഈ വേവ്സ് എന്ന് പറയുന്നത്? എന്താണ് വേവ്സ്? ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ വേവ്സ്. എന്താണ് ഈ വേവ്സ് എന്ന് പറയുന്നത്? ആക്ച്വലി വേവ്സ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആണ്. അതായത് ഒരു മീഡിയത്തിലൂടെ, അതിന് ഗ്യാസ് ആവട്ടെ, സോളിഡ് ആവട്ടെ, ലിക്വിഡ് ആവട്ടെ, ആ മീഡിയത്തിലൂടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ വേവ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു പാർട്ടിക്കിൾസ് ചില കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? എനർജീനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ മാറ്ററിന്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടോ? ഇല്ല, മാറ്ററിന്റെ ട്രാൻസ്ഫർ നടക്കുന്നില്ല. പക്ഷേ എനർജി ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. അതിന് ഏതൊരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും മാറ്ററിന്റെ ട്രാൻസ്ഫർ അവിടെ നടക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വേവ്സിന്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നത്? എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് രണ്ട് വേവ്സ് ഉണ്ട്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവ്സും. എന്താണ് ഈ ലോഞ്ചിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പിക്ചർ നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും, അതിലുള്ള പാർട്ടിക്കിൾസിന്റെ ഓസിലേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സെയിം വേവിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് അവരുടെ ഓസിലേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഇനി എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്സ്? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനൊരു വേവ് ആവുന്ന സമയത്ത് അവരുടെ പാർട്ടിക്കിൾസ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവരുടെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത്? ഓസിലേറ്റ് ചെയ്യുന്നത്. അതാണ് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. നമുക്കിതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെയും ഡിഫറൻസസ്? ഫസ്റ്റ് തിങ് നമ്മൾ പറഞ്ഞു, അതായത് ഈ ഒരു പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, വേവിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണോ ആ ഒരു ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സെയിം ആ ഒരു പ്രൊപ്പഗേഷന്റെ സെയിം ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ ക്രസ്റ്റും ട്രോവും ഒക്കെ സെയിം അതിൽ തന്നെ മൂവ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആ സെയിം മീഡിയത്തിൽ തന്നെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ട്രോവും ഒക്കെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ കംപ്രഷൻസും അതുപോലെ തന്നെ റെയർ ഫ്രാക്ഷൻസുമാണ് തരുന്നത്. എന്താണ് ഈ കംപ്രഷനും റെയർ ഫ്രാക്ഷനും? കംപ്രഷനും റെയർ ഫ്രാക്ഷനും എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വേവ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഒരു ബഞ്ച് ഓഫ് വേവ് വന്നിട്ട് അതിനിങ്ങനെ കംപ്രസ് ചെയ്യാണ്. ആ പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കംപ്രഷൻ എന്ന് പറയാം. ഇനി എന്താണ് റെയർ ഫ്രാക്ഷൻ? ഇതുപോലെ ഡിസ്റ്റന്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ റെയർ ഫ്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സോളിഡിലും അതുപോലെ ലിക്വിഡിന്റെ സർഫസിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ട്രാൻസ്വേഴ്സ് വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ വൈൽ കൺസിഡറിങ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അവിടെ സോളിഡ് ആയിട്ടെ, ലിക്വിഡ് ആവട്ടെ, അതുപോലെ തന്നെ ഗ്യാസ് ആവട്ടെ, ഏതിലും അതിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അതല്ല ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആയിരിക്കും. നമുക്ക് ഈ ഒരു പിക്ചറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അവിടെ നമുക്ക് എന്തില്ല? നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അവിടെ
അവിടെ മെഷർ ചെയ്യുന്നില്ല. അവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് മാത്രമാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, Earn Marks, your perfect learning partner.